നമസ്കാരം. ഞാൻ ജോയ്ക്കുട്ടി, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രാക്ടീഷണർ. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സെൽഫ് എസ്റ്റീമിനെ കുറിച്ചാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ആത്മാഭിമാനം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അടിത്തറ, മാനസിക ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന ഘടകമായിട്ടാണ് സെൽഫ് എസ്റ്റീമിനെ നമ്മൾ കാണുന്നത്. ഇതിനുള്ള പ്രധാനപ്പെട്ട ഈ സെൽഫ് എസ്റ്റീം ലോയും ഉണ്ട്, ഹൈയും ഉണ്ട്. ലോ സെൽഫ് എസ്റ്റീം ആയിട്ടുള്ളവർ ജീവിതത്തിൽ പരാജയത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. അവരെല്ലാ കാര്യങ്ങളിലും അവർ പിന്നോക്കം മാറി പോകും. അവരുടെ ജീവിതത്തിൽ, അവരുടെ പഠനത്തിൽ, അവരുടെ തൊഴിൽ മേഖലകളിൽ, എല്ലാ മേഖലകളിലും അവർക്ക് പരാജയങ്ങളായിരിക്കും. ഹൈ സെൽഫ് എസ്റ്റീം നമുക്ക് തരുന്നത് നേട്ടങ്ങളാണ്, വിജയങ്ങളാണ്. പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അതായത് സത്യസന്ധവും ലക്ഷ്യബോധവും ഉള്ളതുമായ നമ്മുടെ ആ വലിയ മുന്നോട്ടുള്ള ഉയർച്ച, അതാണ് നമ്മളെ യഥാർത്ഥ സെൽഫ് എസ്റ്റീമിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നമുക്ക് ലക്ഷ്യബോധം വേണം, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ലക്ഷ്യബോധം വേണം. സത്യസന്ധമായ ഒരു ചുവടുവയ്പ് നമുക്ക് വേണം. അതാണ് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ നമ്മളെ ശക്തീകരിക്കുന്നത്. ആ വാക്കിൽ തന്നെയുണ്ട് സെൽഫ് എസ്റ്റീം. അതായത് നമ്മൾ തനിയെ അതിനെ വളർത്തിയെടുക്കണം. അതായത് വെളിയിൽ നിന്ന് ഒരാൾക്ക് ചെയ്യാവുന്നതിൽ അപ്പുറം നമ്മൾ തനിയെ ചെയ്യുന്ന ഒന്നാണ് ഇത്. അതായത് ഇതിനെ എങ്ങനെ നമുക്ക് കൂടുതൽ ബൂസ്റ്റ് ചെയ്യാം, നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ നമുക്ക് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ സെൽഫ് ടോക്ക് നമ്മൾ മാറ്റിയെടുക്കണം. അതായത് നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തെ, അതിനെ വിമർശനാത്മകമായിട്ട് ആന്തരികമായിട്ട് നമ്മൾ വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് നന്മയ്ക്കായിട്ട് മാറുകയില്ല. അതായത് എപ്പോൾ നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മോട് തന്നെ പറയണം, അതായത് ഞാൻ പരാജയപ്പെടുകയില്ല, ഞാൻ വിജയിയാണ്. അല്ലെങ്കിൽ നമ്മുടെ പേര് വെച്ചുകൊണ്ട് പറയാൻ പറ്റും. അതായത് ഞാൻ മാത്യു, അല്ലെങ്കിൽ ഞാൻ ജോയ്. അതായത് ജോയി പരാജയപ്പെടുന്നില്ല, ജോയി ധൈര്യവാനാണ്, ജോയി കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണ്. ഇതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആ പറയുന്ന ആ സെൽഫ് ടോക്ക് നമ്മളിൽ ഉണ്ടാക്കിയത് ചിലപ്പോൾ നമ്മുടെ പഴയകാല ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും വിമർശിച്ചതായിരിക്കാം. നീ ശരിയാകത്തില്ല, അല്ലെ നീ ബുദ്ധിയില്ലാത്തവനാ, നീ എങ്ങും ചെന്ന് എത്തുകയില്ല, ഇങ്ങനെയുള്ള ചില മുറിപ്പെടുത്തുന്ന വാക്കുകളായിരിക്കും ചിലപ്പോൾ നമ്മുടെ സെൽഫ് ടോക്കിനെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സെൽഫ് ടോക്ക് പോസിറ്റീവായിട്ട് മാറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ മൈൻഡ് സെറ്റ് നമുക്ക് അതിനെ റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരുക്കുക, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ജീവിതശൈലിയെ നമ്മൾ ഒരു നല്ല രൂപീകരണത്തിൻ്റെ രീതിയിൽ ഓരോ ദിവസവും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുക. ആ ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു, രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നിടം വരെയുള്ള നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന, നമ്മുടെ പെരുമാറ്റങ്ങളിലുണ്ടാകുന്ന, നമ്മുടെ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും വരും. അതായത് ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് എന്താണ്, അല്ലെ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതും അങ്ങോട്ട് കൊടുക്കേണ്ടതും എന്താണ്. ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള പ്രതികരണം കിട്ടണമെന്നില്ല. പക്ഷേ തിരിച്ച് നമ്മൾ അങ്ങോട്ട് എങ്ങനെ ചെയ്യുന്നത്, അതിനെ ആ കേൾക്കുന്ന വിമർശനത്തെ നമ്മൾ എങ്ങനെയാണ് മുഖവിലേക്ക് എടുക്കേണ്ടത്, ഇതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ശക്തി എനിക്കുണ്ട്, ഒരു വിമർശനത്തിൽ തകരുന്നവനല്ല ഞാൻ എന്നുള്ള ഒരു ബോധം, ശക്തി നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ എവിടെയും നമ്മൾ വിജയിക്കും. നമുക്കറിയാം, ചില ചർച്ചകളിലും കാര്യങ്ങളിലും ഒക്കെ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ നല്ല രീതിയിൽ അവർ ഷൈൻ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? അവരുടെ ആ സെൽഫ് എസ്റ്റീം, അവരുടെ ആ കഴിവ്, അവരുടെ മാനസികമായിട്ട് അവരിതെല്ലാത്തിനെയും നേരിടാനുള്ള ഒരു ശക്തിയോടു കൂടിയാണ് അവരിയ്ക്കുന്നത്. അതായത് ഇന്ന് വിദ്യാർത്ഥികളിൽ, പഠിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവശ്യമാണ് ഹൈ സെൽഫ് എസ്റ്റീം. അതായത് അവർക്ക് പഠനത്തിൽ, അവരുടെ ആ അക്കാഡമിക് തലത്തിൽ അവർക്ക് ഒരു വിഷയത്തെ അവർക്ക് ഇഷ്ടമല്ല, ഒരു വിഷയത്തോട് അവർക്ക് താല്പര്യമില്ല, അങ്ങനെ ആ വിഷയം അവർക്കങ്ങ് വളരെ മോശമായിട്ട് പോവുക. അവിടെ അവർ ചിന്തിക്കുന്നത് എന്താണ്? ആ കുട്ടി ചിന്തിക്കണം,
ഈ വിഷയത്തെ ഞാൻ വെല്ലുവിളിച്ച് ആ വിഷയത്തെ ഞാൻ വിജയത്തിലെത്തിക്കും. അതായത് അതിനെ ഞാൻ മാറ്റി നിർത്തുകയില്ല, പക്ഷെ അതിനെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് എനിക്കിഷ്ടപ്പെട്ട വിഷയമായിട്ട് ഞാൻ എടുക്കും എന്നുള്ള ബോധം. ആ ബോധ്യമാണ് നമ്മളെ മുന്നിലേക്ക് നയിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ സമൂഹത്തിലായിരിക്കുമ്പോൾ ഓരോ വ്യക്തികളിലും നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മെസ്സേജുകൾ, അതായത് നമുക്കൊരു മനസ്സാക്ഷിയുണ്ട്, നമ്മൾ ഒരു നല്ല ഒരു പേഴ്സണാലിറ്റി നമുക്കുണ്ട്, നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് മറ്റു വ്യക്തികളോട് സംസാരിക്കുന്ന രീതിയിൽ നല്ല ഒരു സ്നേഹം, ഒരു സൗഹാർദ്ദം, ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിജയം വളരെ അകലെയായിരിക്കും. അതായത് സ്കൂളുകളിലായാലും കോളേജുകളിലായാലും ജോലി സ്ഥലത്തായാലും നമ്മുടെ സീനിയേഴ്സിനോടും നമ്മുടെ ടീച്ചേഴ്സിനോടും നമ്മുടെ മുതിർന്നവരോടും മാതാപിതാക്കളോടും എല്ലാം നമ്മൾ എപ്രകാരമാണ് ഇടപെടുന്നത്, അതെല്ലാം നമ്മുടെ വിജയത്തിൻ്റെ ഓരോ പടികളായിട്ട് മാറ്റപ്പെടണം. നാം നമ്മെ തന്നെ ഇതിനു വേണ്ടി ഒരുക്കണം. നമ്മളെ പഠിക്കണം, നമ്മുടെ ബലഹീനതകൾ പഠിക്കണം. ആ ബലഹീനതകളെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് നമ്മൾ ഈ നിൽക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് വെളിയിലേക്ക് നമ്മൾ വരണം. ഇതാണ് നല്ല സ്ഥലം, ഇതിനപ്പുറത്തോട്ട് എനിക്ക് പോയാൽ ഞാൻ പോകും, തെറ്റിപ്പോകും, പരാജയപ്പെടും എന്നുള്ള ചിന്തയിൽ നമ്മൾ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ നിൽക്കുകയാണ്. ആ കംഫർട്ട് സോണിൽ നിന്ന് നമ്മളിൽ വെളിയിലേക്ക് വന്നിട്ട് നമ്മൾ കൂടുതലായിട്ട് ഊർജ്ജസ്വലതയോടെ പഠിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, സമൂഹത്തിൽ വ്യാപരിക്കുമ്പോൾ, എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഇടപെടുമ്പോൾ നമ്മുടെ മാനസിക നില ഉയരും. നമുക്ക് ശക്തരായിട്ട് സമൂഹത്തിൽ നല്ല കുഞ്ഞുങ്ങളായിട്ട് നല്ല പൗരന്മാരായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം.